ഹലോ ഓൾ വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൂന്നാമത്തെ ടാക്സോണമിയിൽ വരുന്ന ഫാമിലി ആയിട്ടുള്ള കെപ്പാരേസി ആണ് പഠിക്കുന്നത്. കെപ്പാരേസി അല്ലെങ്കിൽ കെപ്പാരിഡേസി എന്ന് പറയുന്ന പേരും കൂടി ഇതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് മോഡേൺ APG സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ടാക്സോണമിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് അവയുടെ കിങ്ഡം ആണ്. കിങ്ഡം പ്ലാന്റിയ ആണ്. ഓർക്കുക, ഇത് APG ഫോർത്ത് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ 2016 ബേസ്ഡ് ആയിട്ടാണ് മോഡേൺ APG സിസ്റ്റം. ക്ലേഡ് ആൻജിയോസ്പേംസ്, രണ്ട് ക്ലേഡ് പറയാം, മൂന്ന് ക്ലേഡ് ചില രീതിയിൽ പറയാറുണ്ട്. ക്ലേഡ് 2 യൂഡൈക്കോട്സ്, ക്ലേഡ് 3 റോസിഡ്സ്, ഓർഡർ ബ്രാസിക്കേൽസ്, ഫാമിലി കെപ്പാരേസി ആണ്. ഏർലിയർ ആയിട്ടുള്ള ഈ ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, അതായത് ബന്ധാം ഹുക്കർ ഒക്കെ പോലെയുള്ള ക്ലാസിഫിക്കേഷന്റെ സമയത്ത് കെപ്പാരേസി എന്ന് പറയുന്നത് ബ്രാസിക്കേസിയ ഫാമിലിയിലായിരുന്നു കോമൺലി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം ബേസ്ഡ് ഓൺ അവ മെയിൻലി ഫ്ലവേഴ്സിന്റെ സിമിലാരിറ്റി ബേസ് ചെയ്തിട്ടാണ് ബ്രാസിക്കേസിയ ഫാമിലിയിൽ ഇവയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ പിന്നീട് DNA എവിഡൻസസും അതേപോലെയുള്ള ചില മോളിക്കുലാർ എവിഡൻസസും ഒക്കെ കണ്ടതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് തന്നെ ഉൾപ്പെടുത്താം എന്ന് ബേസ് ചെയ്തിട്ടാണ് കെപ്പാരേസി എന്ന് പറയുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം ഈ ഒരു മസ്റ്റാർഡ് ഫാമിലിയിലുള്ള ബ്രാസിക്കേസിയ ഫാമിലിയിലുള്ള ആൾക്കാരും കെപ്പാരേസിയ ഫാമിലിയിലുള്ള ആൾക്കാരും ചില ഗ്ലൂക്കോസിനോലേറ്റി എന്ന് പറയുന്ന ഒരു മസ്റ്റാർഡ് ഓയിൽ എന്നാണ് ഇപ്പൊ പറയുന്നത്, രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു രണ്ടും ആദ്യം ഈ ഒരു ബ്രാസിക്കേസിയയുടെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രാസിക്കേസിയയുടെ സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞ് രണ്ടും ഒരുമിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അതിന്റെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മോർഫോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നോക്കാം. അതിന് മുന്നേ കുറച്ച് എക്സാമ്പിൾസ് അവയുടെ കോമൺ നെയിംസും ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തേത് കേപ്പർ ബുഷ് ആണ്. സയന്റിഫിക് നെയിം കെപ്പാരിസ് സ്പിനോസിയാണ്. ഓക്കെ, ഒന്നാമത്തെ പിക്ചർ ആണ് കെപ്പാരിസ് സ്പിനോസ. അവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയുടെ ഫ്ലോറൽ ബഡ്സ് എന്ന് പറയുന്നത് എഡിബിൾ ആണ്. എഡിബിൾ കേപ്പേഴ്സ് ആണ്. എഡിബിൾ ആയിട്ടുള്ള ബഡ്സ് ആയിരിക്കും സ്പിനോസയിൽ ഉള്ളത്. രണ്ടാമത്തേതാണ് 3 ലീവ്ഡ് കേപ്പർ. ഇതാണ് അവയുടെ ലീവ്സ്. കുറച്ചും കൂടി അങ്ങോട്ട് ലീവ്സിന്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ ആ ലീവ്സ് കൊടുത്തിട്ടുണ്ട്. ഇവയുടെ 3 ലീവ്സ് ഒരുമിച്ചായിരിക്കും ഒരു പീറ്റിയോളിൽ ഉണ്ടായിരിക്കുക. അവ മെയിൻലി ഓർണമെന്റൽ ആയിട്ടുള്ളതും മെഡിസിനൽ ട്രീസ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് സ്പൈഡർ ട്രീ. സ്പൈഡർ പോലെ ഉണ്ടായിരിക്കും കാണാൻ. സയന്റിഫിക് നെയിം മേറുവ ഒബ്ലോങ്ങിഫോളിയ എന്ന് പറയുന്നതാണ്. ഇവ യൂച്വലി ഷ്രബ് ആണ്. മെയിൻ ആയിട്ട് ഡ്രൈ ആൻഡ് സെമി ആരിഡ് ഏരിയാസിലാണ് കാണുന്നത്. നെക്സ്റ്റ് ഷെഫേർഡ്സ് ട്രീ എന്ന് പറയുന്നത് ബോസിയ ആൽബിട്രുങ്ക എന്ന് പറയുന്നതാണ്. ഈ ഒരു സ്പീഷീസ് ആണ്. അവ ഡ്രോട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ട്രീസ് ആണ്. മെയിൻ ആയിട്ട് ആഫ്രിക്കൻ സാവന്നാസിൽ കാണുന്ന ഡ്രോട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ട്രീസ് ആണ്. നെക്സ്റ്റ് ആണ് കെഡാബ എന്ന് പറയുന്നത്. കെഡാബ അല്ലെങ്കിൽ കാഡബ എന്ന് പറയുന്നത് കാഡബ ഫ്രൂട്ടിക്കോസ എന്നാണ് ഇതിന്റെ പേര്. മെഡിസിനൽ ആയിട്ടുള്ള ഷ്രബ് ആണ്. മെയിൻ ആയിട്ട് ഇന്ത്യ ആൻഡ് ആഫ്രിക്കയിലാണ് കാണുന്നത്. ഇതാണ് കെഡബ എന്ന് പറയുന്ന സ്പീഷീസ് കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് ഗാർലിക് പിയർ ആണ്. അവയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ക്രെറ്റേവ മാഗ്ന ആണ്. ഓക്കെ, ക്രെറ്റേവ മാഗ്ന. അവ എന്ന് പറയുന്നത് അത്രയും അവയുടെ ലീവ്സ് അത്രയും സ്ട്രോങ് സ്മെൽ ആയിട്ടുള്ളതാണ്. അവ മെഡിസിനൽ യൂസിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം മെയിൻ ആയിട്ട് ഇത് ക്രെറ്റേവ മാഗ്ന ആണ് ഈ ഒരു പിക്ചറിൽ ഉള്ളത്. ഈ 3 ലീവ്ഡ് കേപ്പർ എന്ന് പറയുമ്പോൾ സാക്രഡ് ഗാർലിക് പിയർ എന്ന് പറയുന്നത് 2 വെറൈറ്റീസ് ഉണ്ട്. ഇതും ഗാർലിക് പിയർ തന്നെയാണ്, പക്ഷെ 2 വെറൈറ്റീസ് ഉണ്ട്. ഒന്ന് ക്രെറ്റേവ റിലീജിയോസയാണ്, രണ്ടാമത്തേത് ക്രെറ്റേവ മാഗ്ന ആണ് കേട്ടോ. അപ്പൊ ഇതാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെപ്പാരേസിയ ഫാമിലിയിൽ വരുന്ന എക്സാമ്പിൾസ്. ഇനി നമുക്ക് മോർഫോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പൊ അതിൽ ഒന്നാമത്തത് ഹാബിറ്റ് ആണ്. അവയുടെ ഹാബിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ്. അവ എന്താണ്, ഈ ഒരു മെമ്പേഴ്സ് കെപ്പാരേസിയ മെമ്പേഴ്സ് മെയിൻ ആയിട്ട് വുഡി ആയിട്ടുള്ള ഷ്രബ്സ് ആണ്. ചെറിയ ട്രീസും കാണുന്നുണ്ട്. ഇതൊക്കെ ട്രീസ് ആയിട്ടാണ് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ചിലത് മെജോറിറ്റി കേസിലും ഓഫൺ ഒരു അഡാപ്റ്റഡ് ടു അരിഡ് കണ്ടീഷൻ ആണ്. അതായത് അരിഡ് അല്ലെങ്കിൽ സെമി അരിഡ് എൻവയൺമെന്റിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രോട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ഫാമിലിയിൽ വരുന്നത്. ചില കേസിൽ, അതായത് ഈ ഒരു പ്ലാന്റ് പോലെയുള്ള കേസിലൊക്കെ ക്ലൈംബിംഗ് ആയിട്ടുള്ള ഷ്രബ്സും സ്ക്രാംബ്ലിംഗ് ആയിട്ടുള്ള ഷ്രബ്സും ഒക്കെ കാണുന്നുണ്ട്. അവയൊക്കെ ട്രോപ്പിക്കൽ ഫോറസ്റ്റിലാണ് കാണുന്നത്. ഈ ഒരു ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ മെജോറിറ്റി ട്രൂ ഹെർബേഷ്യസ് റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്നത് വളരെ റെയർ ആണ്. മെയിൻലി ഫാമിലി ആസ് പ്രസന്റ്ലി സർക്കംസ്ക്രൈബ്ഡ്. അതായത് ആദ്യം ഈ ഒരു ഹെർബേഷ്യസ് ഫാമിലി ആ ഒരു റെപ്രസെന്റേഷനും ഉണ്ട് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇതിൽ മെജോറിറ്റി കേസിലുള്ള ആൾക്കാരും ഷ്രബ് അല്ലെങ്കിൽ ട്രീസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു ജനറയിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിയിൽ വരുന്ന കെപ്പാരിസ് എന്ന് പറയുന്ന പ്ലാന്റ് മെയിൻ ആയിട്ട് സ്ട്രാഗ്ലിംഗ് ആയിട്ടുള്ള ഒരു ഷ്രബ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്.
പക്ഷേ ഈ ഒരു ക്രെറ്റേവ സ്പീഷീസ് എന്ന് പറയുന്നത് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഡെസിഡ്യൂസ് ആയിട്ടുള്ള ട്രീസ് ആണ്. ദെൻ ഈ ഒരു പിക്ചറിൽ കാണിച്ചേക്കുന്ന ബോസിയ എന്ന് പറയുന്നത് കുറച്ച് സ്റ്റേഡി ആയിട്ടുള്ള കുറച്ച് ഡ്രോട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള അത്രയും അഡാപ്റ്റേഷൻ ഉള്ള ഒരു ട്രീസിന് ആരിഡ് റീജിയണിൽ കാണുന്ന ഒരു കപ്പാരേസിയ ഫാമിലിയിലുള്ള ട്രീസിന് എക്സാമ്പിൾ ആണ് ബോസിയ എന്ന് പറയുന്നത്. ദെൻ ചില എക്സെപ്ഷണൽ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. ഇൻ സം മെറുവ സ്പീഷീസിൽ പ്ലാന്റ് എന്ന് പറയുന്നത് സെമി ഹെർബീഷ്യസ് ആയിട്ട് ഏർലിയർ സ്റ്റേജിൽ ഒരു ഹെർബീഷ്യസിന്റെ ഒരു എന്താ ഫേവറബിൾ സീസണിൽ ഹെർബീഷ്യസിന്റെ ഒരു അപ്പിയറൻസ് കാണുന്നുണ്ട്. പക്ഷേങ്കിൽ അവ ശരിക്കും കുറച്ചും കൂടി മെച്ചൂർഡ് ആയി കഴിഞ്ഞാൽ വുഡി ആയിട്ടായിരിക്കും, നല്ല വുഡി ആയിട്ടുള്ള പെക്യുലാരിറ്റീസ് തന്നെയാണ്. അതാണ് ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള കണ്ടീഷൻ ആയിട്ട് പറയാനുള്ളത്. ദെൻ ഹാബിറ്റ് കഴിഞ്ഞാൽ അവയുടെ ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് പ്രസന്റ് ആയിട്ടുള്ളത് റൂട്ടിൽ അത്രയും പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഈ ഒരു ബോസിയ എന്ന് പറയുന്ന ബോസിയ ആൽബിട്രൂങ്ക എന്ന് പറയുന്ന സ്പീഷീസ് ഒക്കെ റൂട്ട് അത്രയും എക്സ്ട്രീംലി ഡീപ്പർ ആയിട്ടാണ് വാട്ടർ അബ്സോർപ്ഷന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, എക്സ്റ്റെൻസീവ് റൂട്ട് എന്ന് പറയുന്ന ഒരു സീറോഫൈറ്റിക് ആയിട്ടുള്ള സ്പീഷീസ് ആണ് അല്ലെ, അത്രയും ഡ്രോട്ട് ടോളറന്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റം ആണ് ഇവയിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ഇത് നെക്സ്റ്റ് വരുന്ന കണ്ടീഷൻ അവയുടെ സ്റ്റെം ആണ്. സ്റ്റെം നമ്മൾ പറഞ്ഞു ജനറലി വുഡി ആണ്, ഇറക്റ്റ് ആയിട്ടുള്ളത്. ദെൻ ക്ലൈംബിങ്ങും ആണ്, ഓഫൺ മച്ച് ബ്രാഞ്ചഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ യങ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണെങ്കിൽ അവ ഗ്രീൻ കളർഡ് ആയതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസും നടത്തുന്നുണ്ട്. ദെൻ ചില കേസിൽ ചില പ്ലാന്റ് സ്പീഷീസിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ചില മോഡിഫിക്കേഷൻസ് ഉണ്ട്, സ്പൈൻസ് പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പം വിച്ച് ആർ ഓഫൺ മോഡിഫൈഡ് സ്റ്റിപ്യൂൾസ് ആണ്. ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റി ഓർത്ത് വെക്കുക. മോഡിഫൈഡ് ആയിട്ടുള്ള സ്റ്റിപ്യൂൾസ് അതാണ് ഈ ഒരു ഫാമിലിയിലുള്ള സ്റ്റെമ്മിലുള്ള സ്പൈൻസ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ സ്പൈന് പ്രസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റിപ്പുലാർ സ്പൈന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു സ്പീഷീസിന് എക്സാമ്പിൾ ആണ് കെപ്പാരിസ് സ്പിനോസ എന്ന് പറയുന്നത്. നോഡൽ റീജൻസിലാണ് ഈ ഒരു സ്റ്റിപ്പുലാർ സ്പൈൻസ് പ്രസന്റ് ആയിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ചില സ്പീഷീസ് ക്രെറ്റേവയിലുള്ള ചില സ്പീഷീസിൽ എന്താണ് സ്പൈൻസ് ആബ്സെന്റ് ആണ്. സ്റ്റെംസ് റിമെയിൻ അൺആംഡ്, ആംഡ് അല്ലാത്ത അല്ലെങ്കിൽ സ്പൈൻസ് പ്രസന്റ് അല്ലാത്ത സ്റ്റെമ്മും കാണുന്നുണ്ട്. Then അവയുടെ ലീവ്സ് കോമൺലി യൂഷ്വലി ആൾട്ടർനേറ്റ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ലീവ്സ് ആണ്. പക്ഷെ ചില കേസിൽ കോമ്പൗണ്ട് ലീവ്സും ഉണ്ട്. ദെൻ ഡൈക്കോട്ട് ആയതുകൊണ്ട് തന്നെ റെറ്റിക്കുലേറ്റ് ആയിട്ടുള്ള വീനേഷൻ ആണ്. സോ നെക്സ്റ്റ് പറയാനുള്ളത് ഇവർ സീറോഫൈറ്റിക് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് കാണിക്കുന്നതുകൊണ്ട് തന്നെ ട്രാൻസ്പിറേഷന്റെ റേറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് സീറോഫൈറ്റിക് ആയിട്ടുള്ള ഒരു ലെതറി ആയിട്ടുള്ള ലീവ്സും തിക്ക് ക്യൂട്ടിക്കിൾ ഒക്കെ ഉള്ള ലീവ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ നമ്മൾ ആ ഒരു എക്സാമ്പിൾ പറയുമ്പം ക്രെറ്റേവ റിലീജിയോസ പറഞ്ഞിട്ടുണ്ടല്ലേ, അതായത് 3 ലീവ്സ് ഉള്ള ആൾക്കാർ, ട്രൈഫോളിയേറ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്ട്ലി ട്രൈഫോളിയേറ്റ് ആയിട്ടുള്ള 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ട്രൈഫോളിയേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവര് ഈ ഒരു പാമൈറ്റ്ലി കോമ്പൗണ്ട് ആ ഒരു ടൈപ്പാണ് വരുന്നത്. അത് സാധാരണയുള്ള കപ്പാരിസ് ഫാമിലിയിൽ നിന്നൊരു എക്സെപ്ഷണൽ ആയിട്ടുള്ള കേസാണ്. ലീവ്സ് സ്റ്റിപ്യൂൾസ് ജനറലി ആബ്സെന്റ് ആണ്, ബട്ട് വെൻ പ്രസന്റ് മേ ട്രാൻസ്ഫോംഡ് ഇൻടു സ്പൈൻസ്. അത് നമ്മൾ സ്റ്റെമ്മിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് അവയുടെ ഇൻഫ്ലോറസൻസ് ആണ്. ഇൻഫ്ലോറസൻസ് പല രീതിയിലും, ചിലത് സോളിറ്ററി ആക്സിലറി ആയിട്ടുള്ള ഫ്ലവേഴ്സ്, ടെർമിനൽ ഇല്ല, സോളിറ്ററി ആക്സിലറി ആയിട്ടുള്ള ഫ്ലവേഴ്സ് കാണുന്നുണ്ട്, റെസിമോസ് കാണുന്നുണ്ട്, ദെൻ കോറിംബോസ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സ് വരെ കാണുന്ന എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, ദെൻ ഈ ഒരു കപ്പാരിസ് ആയിട്ടുള്ള ആ ഒരു ഫാമിലിയിലാണെങ്കിൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് സോളിറ്ററി ആണ്, ലീഫിന്റെ ആക്സിസിലാണ്. പക്ഷെ മെജോറിറ്റി കേസസിലും ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആക്സിലറി ഫ്ലവേഴ്സ് ആയിട്ടല്ല, ആ ഒരു ടെർമിനൽ ആയിട്ട് വരുന്ന ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇൻഫ്ലോറസൻസിന്റെ പ്രത്യേകതകൾ. then അവയുടെ ഫ്ലവേഴ്സിന്റെ പ്രത്യേകതകൾ നോക്കാം. ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ടിപ്പിക്കലി ബൈസെക്ഷുവൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. രണ്ട് സെക്സും ഒരു ഫ്ലവറിൽ തന്നെ ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ വേൾഡ്സും കാണുന്ന ഹൈപ്പോഗൈനസ് അല്ലെങ്കിൽ സുപ്പീരിയർ ഓവറി ആയിട്ടുള്ള കുറച്ച് ലാർജർ ആൻഡ് ഷോയി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ സിമെട്രി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്താ കോംപ്ലക്സ് ആണ്. ചില ആൾക്കാർ പറയുന്നത് മെജോറിറ്റിയിലും ആക്ടിനോമോർഫിക് ആണ്, പക്ഷെ ചിലതിലും സൈഗോമോർഫിക് ആണ് കാണുന്നത്. അപ്പൊ രണ്ട് സിമെട്രി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സിൽ പറയാം. മെജോറിറ്റി കാണുന്ന ഈ ഒരു പിക്ചറിലെല്ലാം നോക്കുമ്പോൾ അതെന്താണ് സൈഗോമോർഫിക് ആയിട്ടുള്ള സിമെട്രി ആണ് അല്ലെ. അത് മെയിൻലി ഈ ഒരു സ്റ്റേമൻസിന്റെ ലെങ്ത് ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം ചില കേസിൽ ആക്ടിനോമോർഫിക് ആണെങ്കിൽ തന്നെ സ്റ്റേമൻസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡിഫറെന്റ്, അതായത് അൺഈക്വൽ ആയിട്ടുള്ള സ്റ്റേമൻസ് ആയതുകൊണ്ട് അവ മെജോറിറ്റി കേസിൽ നമുക്ക് സൈഗോമോർഫിക് ആണ് എന്ന് പറയാം. ആക്ടിനോമോർഫിക് ആയിട്ടുള്ള ഫ്ലവേഴ്സും കാണുന്നുണ്ട്.
then floral part arrange ചെയ്തിട്ടുള്ളത് എന്താ in fours ആണ്, 4 whorls ആയിട്ടാണ്, tetramerous ആയിട്ടുള്ള condition ആണ്. okay. then next അവയുടെ flowers എന്ന് പറയുന്നത് മെയിൻലി കെപ്പാരസിലും ക്രെറ്റേവയിലും ഒക്കെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്റ്റേമെൻസും പ്രോമിനന്റ് പെറ്റൽസും ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് കോൺസ്പീക്വസ് ആയിട്ടുള്ള നേച്ചേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം നല്ല രീതിയിലുള്ള സൈഗോമോർഫി കാണുന്നത് ഈ ഒരു സ്റ്റേമൻ അൺഈക്വൽ ആയിട്ടുള്ള കണ്ടീഷനിലാണ് എന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇതാണ് ഫ്ലവേഴ്സിന്റെ ക്യാരക്ടർ. ദെൻ അതിൽ തന്നെ നെക്സ്റ്റ് നമുക്ക് കാലിക്സ് എന്ന് പറയുന്നത് നോക്കാം. കാലിക്സിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് സെപ്പൽസ്. മെയിൻലി ഈ ഒരു ഫാമിലിയിൽ 4 സെപ്പൽസ് ആണ് കേട്ടോ കാണുന്നത്. അപ്പം ഈ ഒരു 4 സെപ്പൽസ് ചില കേസിൽ 2 വേൾഡ്സ് ആയിട്ട് 2+2 എന്നുള്ള അറേഞ്ച്മെന്റ്, 2 മുകളിൽ കുറച്ച് മുകളിലും 2 കുറച്ച് താഴെയായിട്ട്. അപ്പൊ ഈ ഒരു ഫ്ലവേഴ്സ് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ഫ്ലവേഴ്സും കുറച്ച് മുകളിലും ഈ 2 താഴെയുമാണ്. 2 വേൾഡ്സ് ആയിട്ടായിരിക്കും അറേഞ്ച്. ഇത് പെറ്റൽസിന്റെ കേസാണ്. ഞാൻ അതേപോലെ തന്നെ ആയിരിക്കും സെപ്പലും ഉണ്ടായിരിക്കാം. അപ്പം സെപ്പൽസ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള സെപ്പൽ ആണ്, പക്ഷെ സൈസ് അൺഈക്വൽ ആകാം. അപ്പം ഔട്ടർ ആയിട്ടുള്ള ഒരു പെയർ എന്ന് പറയുന്നത് ഓഫൺ സ്മോൾ ആയിരിക്കും. ദെൻ ഏറ്റവും വേഗം അടർന്നു വരുന്നത് ഈ ഒരു ഔട്ടർ പാർട്ടിലുള്ള സെപ്പൽസ് ആയിരിക്കും. ദെൻ പെറ്റൽസ് എന്ന് പറയുന്നതും ഫ്രീ ആയിട്ടുള്ള പെറ്റൽസ് ആണ്, പക്ഷെ ബേസിൽ ക്ലോഡ് ആകാം. ദെൻ പെറ്റൽസും ഇവിടെ ഒരു കണ്ടീഷൻ ഇവിടെ ആഡ് ചെയ്യുക, പെറ്റൽസും മേ ബി 2+2 അറേഞ്ച്മെന്റ് ആകാം. ഓക്കെ. പെറ്റലിന്റെ കളേഴ്സ് എന്ന് പറയുന്നത് മേ ബി വൈറ്റ് ആകാം, പിങ്ക്, യെലോയിഷ് ആയിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് ഷോയി ആൻഡ് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ദെൻ മെയിൻലി ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു സൈസിലും ഷേപ്പിലും ഒരു സെയിം ഫ്ലവറിൽ തന്നെ വേരിയേഷൻസ് ഉണ്ടാകാം. അങ്ങനെയുള്ള വേരിയേഷൻസ് ഉള്ള ഫ്ലവേഴ്സും കാണിക്കുന്നുണ്ട്. Then next അവയുടെ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ഫാമിലിയിലുള്ള ആൻഡ്രീഷ്യം അവരുടെ ഒരു സെപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അവിടെ സ്റ്റേമൻസ് ആണ് അല്ലെ. ന്യൂമറസ് ആയിട്ടുള്ള നല്ല ലോങ് ആയിട്ടുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള എക്സേർട്ടഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേമൻസ് ആണ് ഈ ഒരു ഫാമിലിയിൽ ഉള്ളത്. ഈ ഒരു ലാർജ് നമ്പർ ഓഫ് സ്റ്റേമൻസ് എന്ന് പറയുന്നത് ആ ഒരു ഫ്ലവറിന് ഒരു ബുഷ് ലൈക്ക് അപ്പിയറൻസ് കൊടുക്കുന്നുണ്ട്. കപ്പാരിസനെ നോട്ടീസബിൾ ആക്കുന്ന ഒരു ഫീച്ചേഴ്സ് അതാണ്. പക്ഷെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ചില കേസിൽ സ്റ്റേമൻസ് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനും കാണുന്നുണ്ട്. ഓക്കെ. മെജോറിറ്റി കേസിലും ന്യൂമറസ് ആണ്. നെക്സ്റ്റ് ഗൈനീഷ്യം ആണ്. ഗൈനീഷ്യത്തിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ബൈകാർപ്പലറി ആയിട്ടുള്ള സിങ്ക് കാർപ്പസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. ദെൻ ഓവറി ഹൈപ്പോഗൈനസ് ആയതുകൊണ്ട് തന്നെ സുപ്പീരിയർ ആണ്, ഒറ്റ ലോക്യൂള് മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. ദെൻ പിരിയേറ്റൽ പ്ലാസന്റേഷൻ ആണ്. ഓവറിയുടെ ഉള്ളില് ഒവ്യൂൾസ് ന്യൂമറസ് ആയിട്ട് പ്രസന്റ് ആണ്. ഓക്കെ. ദെൻ ഈ ഒരു ഫാമിലിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഗൈനീഷ്യത്തിന് കാണുന്ന ഒരു ഗൈനോഫോർ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ആണ്. ഗൈനോഫോർ എന്ന് പറയുമ്പോൾ ഓവറിയിൽ നിന്ന് ഈ ഒരു എലിവേറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. സ്റ്റോക്ക് ദാറ്റ് എലിവേറ്റ് ദ ഓവറി എബോവ് ദ സ്റ്റേമൻ. സ്റ്റേമന്റെ താഴെ ഒരു ഓവറിയുടെ താഴെയുള്ള ഒരു സ്റ്റോക്കിനെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഗൈനോഫോർ എന്ന് പറയുന്നത്. അപ്പം മെയിൻ ആയിട്ട് ഈ ഒരു കപ്പാരിസിലാണ് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളത്. അപ്പൊ ഗൈനോഫോർ കപ്പാരേസിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ ഒരു സ്ട്രക്ചർ ആണ്. ചില ജനറയിൽ ഗൈനോഫോർ ഒന്നുകിൽ ആബ്സെന്റോ അല്ലെങ്കിൽ വെരി ഷോർട്ടോ ആവാം. നെക്സ്റ്റ് അവയുടെ സീഡ്സിന്റെ പ്രത്യേകതയാണ്. സീഡ്സ് എന്ന് പറയുന്നത് ന്യൂമറസ് ആയിട്ടുള്ള സീഡ്സ് ഉണ്ട് അല്ലെ. മേ ബി എംബഡഡ് ഇൻ എ പൾപ്പ് ഇൻ ബെറി ഫോമിങ് സ്പീഷീസ്. അതായത് ബെറി ആണ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ആ ഫ്രൂട്ടിൽ ഈ ന്യൂമറസ് ആയിട്ടുള്ള സീഡ്സ് ഉണ്ടാക്കാം. എംബ്രിയോ നോക്കിക്കഴിഞ്ഞാൽ കേർവ്ഡ് ആയിട്ടുള്ള എംബ്രിയോ ആണ്. അതിൽ എൻഡോസ്പെർമിന്റെ കണ്ടന്റ് വളരെ കുറവായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് ബെറി അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ആകാം, ഓരോ ജീനസ് ബേസ് ചെയ്തിട്ട്. അതിൽ കപ്പാരിസ് സ്പിനോസ എന്ന് പറയുന്ന ഒരു കേപ്പർ ബെറി എന്നാണ് പറയുന്നത്, ഒരു ഫ്ലഷി ബെറി ആണ്. ദെൻ ഇൻ അതർ മെമ്പേഴ്സ് ഹിസ്റ്റോറിക്കലി അസോസിയേറ്റഡ് വിത്ത് ഫാമിലി ക്യാപ്സുല ഫ്യൂട്ടും കോമൺ ആയിട്ട് പ്രസന്റ് ആണ്. ദെൻ ഫ്രൂട്ടിന്റെ വേരിയബിലിറ്റി എന്ന് പറയുന്ന ഒരു ഏർലിയർ സ്റ്റേജിൽ ഒരു ടാക്സോണമിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ഫാമിലിയിലും ഈ ഒരു ഫാമിലിയിൽ തന്നെ പല ജീനസിലും പല ടൈപ്പ് ആയിട്ടുള്ള ഫ്രൂട്ടിന്റെ ക്ലാസിഫിക്കേഷൻ, ഫ്രൂട്ടിന്റെ ആ ഒരു മോർഫോളജി ആണ് കാണുന്നത്. ഇത്രയാണ് ആ ഒരു ടാക്സോണമി ബേസ്ഡ് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. നമുക്ക് എക്കണോമിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസും കൂടി ഒന്ന് നോക്കാം. ഒന്ന് ഫുഡാണ്. ഈ ഒരു ഫാമിലിയിൽ
കേപ്പർ പ്ലാന്റ് അല്ലെങ്കിൽ കെപ്പാരിസ് സ്പിനോസയാണ് ഫുഡായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അവയുടെ ഫ്ലവേഴ്സ് ബഡ് സ്റ്റേജിലുള്ള ഫ്ലവേഴ്സ് ആണ് അവ ഡ്രൈ ചെയ്ത് കേപ്പേഴ്സ് ആയിട്ടാണ് പ്രിസർവ് ചെയ്തിട്ടാണ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സ്പൈസ് ആൻഡ് കോണ്ടിമെന്റ്സ് ആയിട്ടും മെഡിറ്ററേനിയൻ ഡിഷസിൽ സ്പൈസ് ആൻഡ് കോണ്ടിമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അവയുടെ യങ് ഷൂട്ടും ഫ്രൂട്ടും ഈറ്റബിൾ ആണ്. ദെൻ മെയിൻ ആയിട്ട് എന്താ മെജോറിറ്റി ആ ഒരു സെമി എറിഡ് റീജിയൻസിൽ ഫാമേഴ്സിന്റെ ഒരു ഇൻകം എന്ന് പറയുന്നത് ഈ ഒരു കെപ്പാരേസിയ ഫാമിലി ആണ്. രണ്ടാമത്തത് മെഡിസിനൽ ഇമ്പോർട്ടൻസ് ആണ്. അവയിൽ ഏറ്റവും കൂടുതൽ പ്രസന്റ് ആയിട്ടുള്ളത് ഗ്ലൂക്കോസിനോലേറ്റ് മസ്റ്റാർഡ് ഫാമിലിയിൽ കാണുന്ന സെയിം ഓയിൽ ആണ്. ഫ്ലാവനോയിഡ്സ് ഇവ രണ്ടും ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ട്രഡീഷണലി ആയുർവേദ യുനാനി ഫോക്ക് മെഡിസിനിലൊക്കെ അവ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന കെപ്പാരിസ് ഡെസിഡുവ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഡയബറ്റീസിനും ഇൻഫ്ലമേഷനും ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കെപ്പാരിസ് സ്പിനോസയുടെ എക്സ്ട്രാക്റ്റിൽ ആന്റി മൈക്രോബിയൽ ആൻഡ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ദെൻ തെറാപ്യൂട്ടിക് പൊട്ടൻഷ്യൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡേൺ റിസർച്ച് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. Then next വരുന്നത് അവയുടെ ഫാർമസ്യൂട്ടിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. ഇവയുടെ എക്സ്ട്രാക്ട് ഡ്രഗ് ഡെവലപ്മെന്റിനും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കുറേ ലിവർ ഡിസോർഡേഴ്സും മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഇൻഫെക്ഷൻ ഒക്കെ ട്രീറ്റ് ചെയ്യാനും ദെൻ മെയിൻ ആയിട്ടൊരു എന്താ ഹെർബൽ ഫോർമുലേഷൻ ഒരു ഹെർബൽ ഇൻഡസ്ട്രിയിൽ ആ ഒരു നാച്ചുറൽ കോമ്പൗണ്ട് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആണ്. അതായത് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഒക്കെ ആയിട്ട് മെയിൻ ആയിട്ട് ഈ ഒരു ഇതിന്റെ ഫ്ലവേഴ്സിന്റെ എക്സ്ട്രാക്ട് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എൻവയോൺമെന്റൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ പുവർ സോയിൽ ഉള്ള റീജിയൻസിലും വളരാൻ പറ്റും. ദെൻ സോയിലിന്റെ സ്റ്റെബിലൈസേഷനും സോയിൽ ഇറോഷൻ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെജോറിറ്റി ഡെസേർട്ട് പ്ലാന്റ് ആണല്ലോ. അപ്പൊ ഡെസേർട്ടിലെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് അല്ലെങ്കിൽ ലാൻഡ് റിക്ലമേഷൻ ഒക്കെ മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഫോഡർ ആൻഡ് റൂറൽ യൂസസ് ആണ്. മെയിൻ ആയിട്ട് ഫോഡർ ലൈഫ് സ്റ്റോക്കിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഹോം റെമഡീസിലും ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മെയിൻ ആയിട്ട് റൂറൽ എക്കണോമിയിൽ കോൺട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാമിലീസ് ആണ് ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത്. സോ ടാക്സോണമി ബേസ് ആയിട്ട് ഇത്രയാണ് ആ ഒരു ഫാമിലിയിൽ പറയാനുള്ളത്. ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും എന്താ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ പറയാം. ഒപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.